യമ്മി. കറുമുറ സൗണ്ട് കണ്ടു. എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. പലതരത്തിലും ഏറി കയറുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? പക്ഷെ ഫുഡ് കഴിച്ചിട്ട് ഏറി കയറി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കല്യാണി ചേച്ചി. മൈ വൈ ബൈ കല്യാണിയിലെ കല്യാണി ഇല്ലേ, അവരെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആള് ഈ അടുത്ത് ഏറുന്ന് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അതിന്റെ അടുക്ക് പിന്നെയും കയറി. ചേച്ചിക്ക് ഇത് തന്നെയാണ് ഹോബി എന്ന് തോന്നുന്നു. എന്തായാലും ബ്യൂട്ടി ക്രീമും മേക്കപ്പ് പരിപാടിയും ഒക്കെ വിട്ട് ആളിപ്പോ ഫുഡ് അടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കുന്ന ഓരോ വീഡിയോസ് ഇടയ്ക്കിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കല്യാണി ചേച്ചി ഫുഡ് കഴിക്കുന്ന നിങ്ങൾ കാണണം മക്കളെ. പട്ടി പോലും വെള്ളം കുടിക്കൂല, അമ്മാതിരി തീറ്റയാണ്. ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ആകെ ചളമാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അങ്ങനെ വഴികളായ റോഡിലൂടെല്ലാം തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റ് എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മീൻതര കടിച്ചിട്ടാണ് എമ്മിന്നൊക്കെ. എമ്മിയെങ്കിലും എമ്മി, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അല്ലെ? ബാക്കിയുടെ കണ്ടോക്കാം. ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്, ഇത് അപ്പൂന് വെച്ചേക്കാമ്മ. എന്റെ കാല എടുത്ത ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങള് കണ്ടല്ലോ. കണ്ണിമാങ്ങല്ലേ, അതിനിപ്പോ എത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നും ആൾക്കാർ കാണാത്ത സാധനം ഒന്നല്ലല്ലോ. കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കേട്ടാ തോന്നും ലോകത്ത് എവിടെയും കിട്ടാത്ത ഫുഡ് ഐറ്റം ആണ് എടുക്കാൻ പോകുന്നത്. എന്തായാലും ബാക്കിയുടെ കേട്ടോ വെക്കാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെ അല്ല ഇത്. അതെന്താ കണ്ണിമാങ്ങക്ക് താടി? അല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ചോദിച്ചതാണ്. ബാക്കിയുടെ കണ്ടോക്കെ എന്താ? കറുമുറ സൗണ്ട് കണ്ടോ? ഇതിന്റെ മണം മതി ചോറിന്. ആഹാ, കൊള്ളാലോ പരിപാടി. ഇതിപ്പോ കല്യാണിന്റെ ഹസ്ബൻഡിന് ലാഭമായല്ലോ. ആൾക്കൊന്ന് കണ്ണിമാങ്ങ മണിപ്പിച്ചു കൊടുത്താൽ മതി, ഒരു പ്ലേറ്റ് ചോറങ്ങൾ അടിച്ച് കയറ്റിക്കോളൂ. ആളെ പോറ്റാൻ വലിയ ചെലവൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷെ തിന്നണ കാര്യത്തിന് മാത്രമല്ലോ ഈ ലാഭിക്കല്. ആളെ മേക്കപ്പിനും സ്കിൻ ട്രീറ്റ്മെന്റിനും ഒക്കെ ആയിട്ട് നല്ല ചെലവാണ്. ആ ചെലവെല്ലാം ഹസ്ബൻഡ് തീറ്റയിലാണ് പിടിക്കുന്നതെന്ന് തോന്നുന്നു. മണിപ്പിക്കാൻ കുറച്ച് കണ്ണിമാങ്ങ അച്ചാറും ഒരു പ്ലേറ്റ് ചോറും കൊടുത്താൽ മതി. ആൾ ആ പ്ലേറ്റ് ചോറും മൊത്തം അങ്ങ് തിന്നു തീർത്തോളൂ. അല്ല, ആളുടെ സംസാരത്തിന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വേറെ ബാക്കിയുടെ കേട്ടോക്കാം. വേറെ കറികളൊന്നുമില്ല, മീൻതലയും അച്ചാറും. സന്തോഷം. കഴിച്ച് മക്കം കഴിക്കാം. അപ്പൊ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞു ചെന്നപ്പോ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തോണ്ട് ഈ വലിയ കപ്പിന്റെ അകത്തങ്ങ് വെക്കാലോ എന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. എന്തായാലും ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ചോറും കറിയൊക്കെ കാണുന്നത് തോന്നുന്നു. അമ്മാതിരി കാട്ടിക്കൂട്ടലല്ലേ, എന്തിനാണ് ഇങ്ങനെ ഓവറാക്കാൻ നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. ചില ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒട്ടിക്കത്തെ എക്സ്പ്രഷൻ ആയിരിക്കും. അത് പിന്നെ അവര് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണെന്ന് കരുതാം. ഇതെന്താണ്? എന്നും വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും കഴിച്ചിട്ട് നാട്ടിലെങ്ങും ഇല്ലാത്ത എക്സ്പ്രഷൻ ഭാര്യ വിതറുന്നു. എന്തൊരു ആർട്ടിഫിഷ്യൽ പരിപാടിയാണെന്ന് നോക്കിക്കേ. ഇത് എനിക്ക് മാത്രം തോന്നിയ കാര്യമില്ല കേട്ടോ. ഇവരുടെ വീഡിയോക്ക് താഴെ വന്ന കമന്റ്സ് നോക്കിയാൽ മതി. ഭൂരിഭാഗം പേർക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. ചില കമന്റുകൾ ഞാനൊന്ന് വായിച്ചുതരാം. ഓവർ ഉണ്ടായിരുന്ന ഇഷ്ടം അവരായിട്ട് തന്നെ കളഞ്ഞു. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ആക്ഷൻ കാണിക്കുന്നത്? കഷ്ടം. ഇത്തിരി ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ. ഓവറാക്കി വെറുപ്പിച്ചു. ഓവറാണ് ഇവർ കാണിക്കുന്നത്. മൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരോട് ദേഷ്യം വരുക. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് കൂടി ഉണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടത്തിൽ നിന്നും ഒട്ടും ഇഷ്ടം ഇല്ലാതായെന്നും പറഞ്ഞുകൊണ്ട്. ആ കമന്റിന് കല്യാണം ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, വോയിസ് റെക്കോർഡായിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കി. സിമ്പിൾ ആയിട്ട് ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒരു വീഡിയോയും താങ്കളുടെ ഫീഡിൽ വരില്ല. അപ്പൊ അത് ചെയ്തിട്ട് പോകുന്നതല്ലേ എളുപ്പം. എങ്ങനെ ഇരിക്കുന്നു? സബ്സ്ക്രൈബേഴ്സിനൊക്കെ പുല്ല് വിലയില്ലേ ഈ കല്യാണി ചേച്ചി കൊടുക്കുന്നത്? ഇറങ്ങി പോടെ എന്റെ ചാനലിൽ നിന്ന് എന്ന് തന്നെയാണ് കല്യാണി ചേച്ചി ഉദ്ദേശിച്ചത്. ചെറിയ വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഒത്തിരി ഇഷ്ടത്തിൽ നിന്നും ഒട്ടും ഇഷ്ടമില്ലാതായ എന്ന് ഒരാൾ പറയുമ്പോൾ, ഒരാളല്ല ഒരുപാട് പേര് പറയുമ്പോൾ ഒന്ന് ആത്മപരിശോധന നടത്തുകയാണ് നമ്മൾ വേണ്ടത്. ഇവരൊക്കെ ഒരു കാലത്ത് എന്നെ ഇഷ്ടപ്പെട്ടവരാണ്, എന്നെ സപ്പോർട്ട് ചെയ്തവരാണ്. അങ്ങനെയുള്ളവർ ഇപ്പൊ എന്തുകൊണ്ടാണ് എന്നെ എതിർക്കുന്നത്? എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം വിമർശിക്കുന്നവരോടൊക്കെ ചാനലിൽ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല കല്യാണി ചേച്ചി. ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല. നിങ്ങളുടെ നല്ല വെറുപ്പിക്കലായതുകൊണ്ടാണ് ആളുകൾ അത് തുറന്നു പറയുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ഞാൻ പിടിച്ച മുതൽ 4 കൊമ്പെന്ന് പറഞ്ഞ് നടക്കാനാണെങ്കിൽ അധിക കാലം മുന്നോട്ട് പോയില്ല. അത്രയും ഓർത്താൽ മതി. എന്തായാലും അടുത്ത കമന്റ് നോക്കാം. ഈ തള്ളക്ക് വേറെ പണിയില്ലേ? ഇതിന് കല്യാണി ചേച്ചി കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് കേട്ടോക്കാം. എടാ, നിനക്കിങ്ങനെ കുത്തിയിരുന്ന് കമന്റ് ഇടാൻ വേറെ പണിയൊന്നും ഇല്ലേടാ? നിനക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളവരുടെ വീഡിയോ പോയി കണ്ടൂടെ? എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ കമന്റ് ഇവിടെ ഇടുന്നേ?
കല്യാണി ചേച്ചിക്ക് നല്ലോണം ഫ്രസ്ട്രേഷൻ ആയിട്ടുണ്ട്. റിപ്ലൈ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇനിയും ഉണ്ട് പോയിട്ട് ഇതുപോലുള്ള ഇഷ്ടംപോലെ കമന്റുകൾ. അത് പുള്ളിക്കാരന്റെ ചാനൽ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കും. ഒരുവിധം എല്ലാവർക്കും ചേച്ചിയെ കുറിച്ച് നല്ല ബെസ്റ്റ് അഭിപ്രായമാണ്. ഇനി നമുക്ക് എന്തായാലും കല്യാണി ചേച്ചിയുടെ മറ്റൊരു വീഡിയോ കൂടി കണ്ടുനോക്കാം. അപ്പൂന്റെ സ്നാക്സ് ബോക്സ് കണ്ടപ്പോ എനിക്ക് ഇതിൽ ചോറുണ്ടാ തോന്നി. അങ്ങനെ ഞാൻ മാങ്ങാച്ചാറും പച്ചടിയും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വെച്ചു. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോ മുട്ട കഴിക്കാൻ തോന്നുന്നു. അതായത് നല്ല മുട്ട, ഉള്ളിയൊക്കെ എരിഞ്ഞ് മുളകൊക്കെ ഇട്ട്. അപ്പൊ പിന്നെ മുട്ടയും കൂടെ പൊരിച്ചിട്ട് അത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ആകെ കൊളായിട്ട് കിടക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമേ. ഇവിടെ മുട്ട പൊരിക്കാൻ നിന്നാ എനിക്കെന്ന് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് മുട്ട പൊരിക്കാം. മുട്ട ഇങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ടേ ഉപ്പിടാവൂ, ഇല്ലെങ്കിൽ ഉപ്പ് ഒരിടത്ത് മാത്രം പിടിക്കും. ചൂട് മുട്ട പൊരിച്ച വേണോ? അങ്ങനെ എല്ലാവരുടെയും മുട്ടയുടെ പങ്ക് കൊടുത്തിട്ട് ഞാൻ എന്റെ പാത്രം തുറന്നു കേട്ടോ. അങ്ങനെ മുട്ടയും മീനും എല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ചങ്ങ് കുഴച്ചു. എന്നിട്ട് അതിങ്ങനെ വായിലോട്ട് വെച്ചപ്പോ കിട്ടിയ ടേസ്റ്റ് ഉണ്ടല്ലോ. മുട്ട പൊരിച്ചതും ചോറ് തിന്നാനാണ് ഇത്രയും ബിൽഡപ്പ്. എന്തൊക്കെ കാരണം പഠിച്ചവൻ. ഇതെന്താണെന്നറിയോ, ചില ആളുകൾ ഫുഡ് കഴിക്കുന്ന കാണാൻ നല്ല രസമാണ്, നമ്മൾ കണ്ടിരുന്ന് പോകും. പക്ഷെ മറ്റു ചില ആളുകൾ ഫുഡ് കഴിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് അറപ്പ് തോന്നുകയും ചെയ്യും. കല്യാണി രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പെടുന്നത്. വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് ഓവർ എക്സ്പ്രഷൻസ് ഇടുകയും ചെയ്യും. എന്നാൽ കഴിക്കുന്നത് കാണാൻ ഒരു വൃത്തിയുണ്ടോ? അതും ഇല്ല. ഇത് കല്യാണിന്റെ മാത്രം കാര്യമില്ല കേട്ടോ. ഇങ്ങനെ ഫുഡ് കഴിച്ച് എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കുന്ന ഇഷ്ടംപോലെ വേറെയും ആളുകളുണ്ട്. അതുപോലെ തന്നെ കഴിക്കുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്ന ഇഷ്ടംപോലെ വീഡിയോസും ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഒരാളുടെ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ബ്ലോഗറാണ്. മൂപ്പരുടെ ഒരുവിധ എല്ലാ വീഡിയോസും ഞാൻ കാണാറുമുണ്ട്. നമുക്ക് എന്തായാലും മൂപ്പരുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഒരു പപ്പടം കൂടെ എടുക്കാല്ലേ? പായസം. എന്ത് പായസം? ഇലയിലൊന്നും വേണ്ട. എന്റെ പിറന്നാളല്ലോ, മുത്തശ്ശന്റെ പിറന്നാളാ. മുത്തശ്ശൻ വെച്ചാ മുത്തശ്ശന്റെ അനിയൻ, കുഞ്ഞു മുത്തശ്ശൻ. അതുകൊണ്ട് ഇവിടെ നോണും ഇല്ല. കുറെ നാൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നതാ. നോണില്ല, ഒരു മീൻ വറുത്തതെങ്കിലും. അതുകൊണ്ട് ഞാൻ 3 മുട്ട പുഴുങ്ങിയത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മൂമ്മയുടെ ബർത്ത്ഡേ, ഇപ്രാവശ്യം വന്നപ്പോ കുഞ്ഞു മുത്തശ്ശന്റെ ബർത്ത്ഡേ. ഇപ്പോഴും ബർത്ത്ഡേ ഉണ്ടല്ലോ. എന്തോ കുക്ക്മാൻസ് ചാനൽ എന്നെങ്ങാനുമാണ് ഇങ്ങനെ ചാനലിന്റെ പേര്. ഇങ്ങനെ കഴിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിപ്പോകും അല്ലെ. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അതിനെല്ലാം അത്യാവശ്യം നല്ല റീച്ചും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നത് കണ്ട് ഇൻസ്പയറിംഗ് ആയിട്ടാവണം കല്യാണി ചേച്ചിയെ പോലുള്ള ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഓവർ എക്സ്പ്രഷൻസ് ഒക്കെ വാരി വിതറി വീഡിയോസ് ആയിട്ട് വരുന്നത്. പക്ഷെ ആരൊക്കെ വന്നാലും എന്തൊക്കെ വന്നാലും ഇങ്ങനെയോളം ആരും എത്തില്ല മക്കളെ. ഇനി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് എന്നുള്ളത്. അതിൽപ്പെട്ടൊരു വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഒറ്റ പീസല്ലേ? ഇതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാ. നിന്റെ കാല് പൊട്ടിച്ചിട്ട് എന്റെ ദൈവമേ, പല്ല് പോവോ? സംഭവം ഈ ഞണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് സമ്മതിച്ച്. പക്ഷെ ഇങ്ങനെ ആകെ വാരി തേച്ച് കഴിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒന്ന് വൃത്തിക്ക് കാണിച്ചൂടെ അവർക്ക്? ഇതെന്താണ് ആകെ കിളമ്പി കണ്ണിലും മൂക്കിലും ഒക്കെ വാരി തേച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുമെന്നുള്ളതാണ്. പബ്ലിക്കിലേക്ക് ഒരു വീഡിയോ ഇടുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വൃത്തിയിൽ കഴിക്കാന്നേ. ഇനി സാറാ ജോസഫിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോക്കാം. സഹായിച്ച് ഇപ്പൊ എവിടെ ചെന്നാലും വയറ് നിറച്ച് എനിക്ക് ആഹാരം കിട്ടും. അപ്പൊ സ്റ്റാർട്ടറായിട്ട് ഒരു മിനി സമൂസായി തുടങ്ങിയിട്ട് ഒരു മട്ടൻ ബിരിയാണി തീർന്ന ഒരു വ്ളോഗാണിത്. ഇപ്പോൾ ഈ കലക്കുന്ന ഒരു കോഫിയാണ്, കാരണം കഴിക്കുന്നെല്ലാം കട്ടിയുള്ളതായത് ഇറങ്ങി പോകണ്ടേ എല്ലാം കൂടെ. വീണ്ടും സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു ചെറിയ കുക്കി എടുത്തിട്ടുണ്ട്, ചാച്ചനും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബദാം വെച്ചൊരു കുക്കി കഴിച്ചു, അതും സൂപ്പർ ആയിരുന്നു, ബംബ്ലാസ്റ്റിക് ആയിരുന്നു. മട്ടൻ ബിരിയാണി തട്ടും മുന്നേ കുറച്ച് പലവ്യഞ്ജനം, അതായത് ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വ്യാജേന ഞാൻ കുറച്ച് പരിഷ്കാരിയാന്ന് അറിയിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നൂഡിൽസ്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ മട്ടൻ ബിരിയാണി, സാലഡ്, പപ്പടം, അച്ചാർ എന്നിവയെല്ലാം എടുത്തിട്ട് ഞാനൊരു പിടുത്തം പിടിച്ചായിരുന്നു. എപ്പോഴും പിടിക്കുന്ന പോലെ അത്ര കാര്യമായിട്ട് ഞാൻ പിടിച്ചില്ലായിരുന്നു, കാരണം വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചോറ് വെള്ളത്തിലിട്ട് വെറുതെ അത്രയും വെള്ളം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ച് വളരെ പരിമിതിയോട് കൂടി അവിടുത്തെ ഡെസേർട്ട് എല്ലാം വാരി കുത്തിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. ആസിഫിക്കയുടെ ഡാൻസ് കണ്ടിട്ടാണ് എനിക്ക് ഇത്ര ക്ഷീണം വന്നത്, കണ്ടില്ലേ?
ഓക്കെ, സംഭവം കുറച്ച് ചളിയാണ്, ആക്രാന്തം കുറച്ച് കൂടുതലാണെന്ന് വെച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഓവർ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല, വൃത്തിക്ക് കഴിക്കുന്നുമുണ്ട് അല്ലെ, ഒരു മര്യാദയൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചോറ് മീനും തലയും കഴിച്ച് നാട്ടിലില്ലാത്ത എക്സ്പ്രഷൻസ് ഇട്ട് ചളമാക്കുന്ന കല്യാണി ചേച്ചിയേക്കാളും എന്തായാലും കൊള്ളാം. ഇനി ഫുഡ് വ്ലോഗ് ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട് കേട്ടോ. എക്സ്പ്രഷൻസിന്റെ കാര്യത്തിലൊക്കെ കല്യാണി ചേച്ചിയൊക്കെ 10 അടി മാറി നിൽക്കും. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് വെക്കാം. എന്നാലും ചിലതൊക്കെ നല്ല ഓവറാണ്. ഫുഡ് 10 പൈസക്ക് ഇല്ലെങ്കിലും 10,000 രൂപയുടെ എക്സ്പ്രഷൻസ് ഇട്ട് പൊലിപ്പിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം. മോനെ ഒരു ദിവസം 2000 പഴംപൊരി മിച്ചാൻ തീരും ഒരു ദിവസം. അതായത് ഇപ്പൊ 200 കിലോയുടെ മുകളിൽ പഴംപൊരി ഒരു ദിവസം ബോളി കൊടുക്കും. അത് നാടകം മാത്രം ചുടുകൊള്ളു തരും. മറ്റേ കാര്യം ഏറ്റവും മെയിൻ ഇവിടുത്തെ പഴംപൊരി ബീഫാണ്. കേരളത്തിൽ തന്നെ ഒരു ദിവസം 200 കിലോളം പഴങ്ങളുടെ പഴംപൊരി തീരുന്ന ഒരു കട, അതായത് 2000 പഴംപൊരികളാണ് ഇവിടെ തീരുന്നത്. അതിലുപരി ഈ ഏത്തപ്പഴങ്ങളെല്ലാം നാടനാണ് കേട്ടോ. നാടങ്കായ അല്ലാതെ വേറൊരു കാര്യം തമിഴ്നാട് കാര്യം ഒന്നും ഉപയോഗിക്കരുത്. ഒന്നിനും ഞങ്ങളിവിടെ നാടങ്കായ മാത്രമുള്ള ബിസിനസ് ഉണ്ട്. ഏത്തപ്പഴം അല്ലാതെ വേറൊരു പഴവും ഞങ്ങൾ ഉപയോഗിക്കാം, നാടൻ ഏത്തപ്പഴം മാത്രം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരു വലിയ ഏത്തപ്പഴം നീളത്തിൽ 2 കട്ട് ചെയ്തിട്ടാണ് പഴംപൊരി ഇവിടെ ഇവർ തയ്യാറാക്കുന്നത്. ഇത്രയും വലിപ്പമാണ് കേട്ടോ ഇവിടുത്തെ പഴംപൊരികൾക്ക്. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ബീഫ് കറിയാണ്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബീഫും 2 വലിയ പഴംപൊരിയും കൂടെ 100 രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ മൊരിഞ്ഞ പഴംപൊരിയും ബീഫും കൂടെ കൂട്ടി കഴിക്കാൻ തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കിടു. പിന്നെ ബീഫൊക്കെ നല്ല സോഫ്റ്റുമായിരുന്നു. നല്ല രീതി. ഓക്കെ, കണ്ടല്ലോ, എല്ലാം സഹിക്കാം. ഫുഡ് കഴിക്കുമ്പോൾ ചെങ്ങനെ എക്സ്പ്രഷൻ ആണ് സഹിച്ചുകൂടാത്തത്. വാരിട്ടിട്ടു ഇതാണ് ഒട്ടും സഹിച്ചുകൂടാത്തത്. ഇങ്ങനത്തെ കുറെ ടീംസ് ഉണ്ട് ഇഷ്ടം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവർക്ക് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ നീളുന്ന കുറെ ടീംസ്. എന്തായാലും കല്യാണിയെ പോലുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ വിളിച്ച് കാണിക്കുന്നത്? ഇനി കാണിച്ചാൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ഓവർ ആക്കുന്നത്? ഒരു മയത്തിലൊക്കെ ചെയ്തോട്ടെ. ഇനിയിപ്പോ ഞാനിത് പറയുമ്പോൾ കല്യാണിയും കല്യാണിയുടെ ഫാൻസും പറയും അവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, നിനക്ക് എന്താ പ്രശ്നം, നീ വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയും. അവരോടൊന്നേ പറയാനുള്ളൂ, യൂട്യൂബ് അല്ലേ, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടുപോയി, കണ്ടപ്പോ 4 വർത്താനം പറയണമെന്ന് തോന്നി, ഇനിയും പറയും. അത്രേ ഉള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.